ഒന്നാമത്തെ ചോദ്യം, ലിഥിയം ഖനനത്തിലും പര്യവേക്ഷണത്തിലും കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത്? ലിഥിയം ഖനനത്തിലും പര്യവേക്ഷണത്തിലും കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ അർജന്റീനയുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ ശേഖരണത്തിനും സംസ്കരണത്തിനുമുള്ള ആദ്യ പദ്ധതി ഏത് സർക്കാരാണ് ആരംഭിക്കുന്നത്? അത് കേരള സർക്കാരാണ്. കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ ശേഖരണത്തിനും സംസ്കരണത്തിനുമുള്ള ആദ്യ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ. അതേപോലെ തന്നെ മാർച്ച് 3 പ്രത്യേകതയാണ്, നമ്മൾ ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 3. ലോക വന്യജീവി ദിനം ചോദിക്കുകയാണെങ്കിൽ അത് മാർച്ച് 3. അടുത്ത ചോദ്യം, ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യം? ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, നിയമ സെക്രട്ടറിയായ ആദ്യ വനിത ആരാണ്? നിയമ സെക്രട്ടറിയായ ആദ്യ വനിത അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. അടുത്ത ചോദ്യം, രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ കാരണം 2026 ഫിഫ ലോകകപ്പിൽ നിന്ന് അടുത്തിടെ വിലക്കപ്പെട്ട 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ കാരണം 2026 ഫിഫ ലോകകപ്പിൽ നിന്ന് അടുത്തിടെ വിലക്കപ്പെട്ട 2 രാജ്യങ്ങളാണ് കോങ്കോയും റഷ്യയും. രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ കാരണം 2026 ഫിഫ ലോകകപ്പിൽ നിന്ന് അടുത്തിടെ വിലക്കപ്പെട്ട 2 രാജ്യങ്ങളാണ് കോങ്കോയും റഷ്യയും.